ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഐശ്വര്യ അരവിന്ദന് ഒരു ലെറ്റർ കൊടുക്കുന്നു. അരവിന്ദനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ലെറ്ററാണ്. അരവിന്ദൻ അത് വായിച്ചിട്ടാണെങ്കിൽ പ്ലീസ് മാഡം എന്നൊക്കെ പറയുന്നുണ്ട്. ഐശ്വര്യ അപ്പോൾ പറയാണ്, ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നതാണ്. നിന്റെ പെങ്ങളാണെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ കാണിച്ച ഷോയൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോഴേ ഞാൻ കരുതിയതാണ് എനിക്കൊരവസരം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന്. എന്തായാലും ഇതിന്റെ പേരിൽ ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണെന്നൊക്കെ ഐശ്വര്യ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. അഖിലിന്റെ ശ്യാമയുടെ അടുത്തേക്ക് ഒരു ചേച്ചിയാണെങ്കിൽ പച്ചക്കറി വാങ്ങാൻ വരുന്നുണ്ട്. ആ ചേച്ചിയാണെങ്കിൽ രണ്ടുപേരോടും പറയുന്നുണ്ട്, നിങ്ങൾ പുതുതായിട്ട് പച്ചക്കറി തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ വലിയ വീട്ടിലെ ആൾക്കാരാണെന്നൊക്കെ. നിങ്ങൾക്ക് പച്ചക്കറി കച്ചവടം ഒന്നും പരിചയമില്ലെന്നൊക്കെ മനസ്സിലായെന്നൊക്കെ പറയുന്നു. ശ്യാമയോട് പറയുന്നുണ്ട്, മോളുടെ അമ്മായിയമ്മ പോലെ ചിലരൊക്കെ ഉണ്ട്, സ്ത്രീകൾക്ക് തന്നെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നു. ആ സമയത്താണെങ്കിൽ അഖിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് ടയേർഡായിട്ട്. അഖിലിന്റെ അടുത്തേക്ക് ശ്യാമ ചെല്ലുന്നുണ്ട്. എന്തു പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, വെയിലൊക്കെ കൊണ്ടിട്ടാണ്, ഇങ്ങനെയൊന്നും പരിചയമില്ലല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു. എന്റെ വീട്ടിലേക്ക് വരാൻ പറയാണ്, റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകാമെന്ന്. ശ്യാമയാണെങ്കിൽ അഖിലിന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലാന്ന്. ശ്യാമയും പറയുന്നുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ചേച്ചി പൊക്കോളാൻ എന്നൊക്കെ. ചേച്ചി അപ്പോൾ പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്നൊക്കെ. ആ ചേച്ചി പോയതിനു ശേഷം ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട്, സാറിന് ഇത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ അമ്മ പറയുന്നത് പോലെയൊക്കെ കേട്ടാ മതിയായിരുന്നു എന്നൊക്കെ. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് പോയേക്കാമെന്ന്. ശ്യാമ അപ്പോൾ പറയാണ്, സാറ് പിണങ്ങി പോകരുതേ, സാർ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞു പോയതാണെന്നൊക്കെ പറയുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, ഇനി എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന്. അഖിൽ വീണ്ടും പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും പിരിയില്ല, മരിച്ചാൽ പോലും പിരിയില്ല എന്നൊക്കെ പറയുന്നു. പെട്ടെന്നാണെങ്കിൽ കടയിലേക്ക് ഒരാൾ വരുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ അഖിലിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ശ്യാമ എടുത്തു കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അരുൺ ആണെങ്കിൽ അമ്പലത്തിൽ ചെന്നിട്ട് പൂജാരിയെ അശ്വതിയുടെ ഫോട്ടോ കാണിക്കുന്നു. ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ പെൺകുട്ടിയെ അറിയുമോ എന്ന്. പൂജാരി അപ്പോൾ പറയുന്നുണ്ട്, ഇടയ്ക്കിടെ ഇവിടെ വന്നു പോയിട്ടുണ്ട്, സ്ഥിരമായിട്ടൊന്നും വരാറില്ലെന്ന് പറയുന്നു. അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് വീടെന്ന് അറിയുമോ എന്ന്. പൂജാരി അപ്പോൾ പറയണം, അതൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, ഇനിയും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വന്നാൽ കാണാൻ പറ്റുമായിരിക്കുമല്ലേ എന്ന്. പൂജാരി അതും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. അത് അതിനുശേഷം അരുണാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആദിത്യനാണെങ്കിൽ മുന്നിൽ കാണുന്നു. ആദിത്യൻ അപ്പോൾ പറയാണ്, നീ കുറച്ചു നാൾ മുമ്പ് എന്നെ ഫോളോ ചെയ്ത് നടക്കുകയായിരുന്നു, ഇപ്പൊ ഞാൻ നിന്റെ പുറകെ വരേണ്ട അവസ്ഥയായല്ലോ എന്നൊക്കെ പറയുന്നു. നീ എന്താണ് ഇവിടേക്ക് എന്ന് ചോദിക്കുന്നു. അരുണാണെങ്കിൽ ആദിത്യൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ആദിത്യൻ അപ്പോൾ പറയണം, നീ ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയോ, ഓഫീസിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ടേ? ഐശ്വര്യയാണെങ്കിൽ കമ്പനിയുടെ തലപ്പത്ത് വന്നു, അവൾ കമ്പനിയിൽ വന്നാൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു മാസം തന്നെ അവൾ ഇങ്ങനെ പോയാൽ കമ്പനി തകർന്നു പോകും. ഇപ്പൊ തന്നെ അവൾ ആദ്യം സൈൻ ചെയ്തത് അരവിന്ദനെ ഓഫീസിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ശ്യാമയെ തിരിച്ചു കൂട്ടിയിട്ട് വരണം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയൊക്കെ തകർന്നു പോകുമെന്ന് പറയുന്നു. പക്ഷെ ഈ പറയുന്നതൊന്നും അരുൺ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അരുണാണെങ്കിൽ വേറൊരു ലോകത്തിലായിരുന്നു. ആദിത്യനപ്പോൾ അരുണിനോട് ചോദിക്കുന്നുണ്ട്, നീ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. അരുൺ അപ്പോൾ പറയാണ്, എല്ലാം ശരിയാകുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുന്നു. ആദിത്യനപ്പോൾ വിചാരിക്കുകയാണ്, ഇവനാണെങ്കിൽ അശ്വതിയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരിക്കുമോ, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. പിന്നീട് ഐശ്വര്യയും ജഗന്നാഥനും കാണുന്നു. ഐശ്വര്യയാണെങ്കിൽ ജഗന്നാഥനോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, അഖിലിനെ ശ്യാമയും പിരിച്ചിട്ട് അഖിലിനെ തിരിച്ചു കൊണ്ടുവരാമെന്ന്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പോസ്റ്റ് കിട്ടിയതെന്നൊക്കെ പറയുന്നു. ജഗന്നാഥൻ അപ്പോൾ പറയാണ്, അത് വലിയ കാര്യമൊന്നുമല്ല, എന്തായാലും അഖിലിന്റെ ശ്യാമയുടെ പച്ചക്കറി കട ഞാൻ ഇല്ലാതാക്കും, അതിനുള്ള പ്ലാൻ ജയേഷുമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അപ്പോൾ പറയാണ്, എങ്ങനെയായാലും ശ്യാമയെ തകർത്തേ പറ്റുമെന്നൊക്കെ. ജഗന്നാഥൻ ഐശ്വര്യയോട് പറയണം, കമ്പനിയാണെങ്കിൽ എല്ലാ രീതിയിലും ഐശ്വര്യ സ്വന്തമാക്കണം, അതിനുശേഷം എന്റെ കയ്യിൽ തരണമെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അപ്പോൾ പറയണം, ശ്യാമയുടെ കട കൂടെ ഇല്ലാതാക്കണം, അതിനുശേഷം ഞാൻ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാമെന്ന് പറയുന്നു. അഖിലും വീട്ടിലേക്ക് വരുമ്പോൾ ജയന്തി കുറ്റപ്പെടുത്തുകയാണ്. അരവിന്ദന്റെ ജോലി പോയതിന്റെ പേരിൽ ശ്യാമയും അഖിലിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് അഖിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ജയന്തിയേട്ടത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, അരവിന്ദന്റെ ജോലി പോയി, അരവിന്ദനെ പിരിച്ചു കിട്ടുന്ന. അത് കേൾക്കുമ്പോൾ അഖിലിന് ദേഷ്യം വരുന്നുണ്ട്. അഖിൽ പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ ആനന്ദ നിലയത്തിലേക്ക് പോകുന്നുണ്ട്, അവരോട് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറയുന്നു. ശ്യാമ അപ്പോൾ തടയുകയാണ്. ശ്യാമ പറയാണ്, അഖിൽ സാർ ഒന്നും ചോദിക്കേണ്ട, ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം എന്നൊക്കെ പറയുന്നു.
പിന്നീട് കാണിക്കുന്നത് വസുന്ധരാമ്മയാണ്. വസുന്ധരാമ്മയാണെങ്കിൽ റൂമിൽ വിഷമിച്ചിരിക്കുകയാണ്. അഖിലിനെയും ശ്യാമയെയും കുറിച്ചുമൊക്കെ ഓർത്തിട്ട്. ആ സമയത്ത് ആദിത്യൻ അവിടേക്ക് വരുന്നു. ആദിത്യനാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, അരുണിന്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. അവൻ ഇപ്പോൾ ജോലിയിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അശ്വതിയെ കണ്ടോ എന്നൊക്കെ സംശയമുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ വസുന്ധരാമ്മയ്ക്ക് ടെൻഷൻ ആകുന്നു. ആദിത്യനപ്പോൾ പറയണം, തൽക്കാലം അരുണിനെ ഇവിടെ നിന്നും മാറ്റണം, നമ്മുടെ ബോംബെ കമ്പനിയിലേക്ക് മാറ്റിയാലോ എന്ന് ചോദിക്കുകയാണ്. ഐശ്വര്യയാണെങ്കിൽ അരുണിനെ ബോംബെ കമ്പനിയിലേക്ക് മാറ്റുന്ന കാര്യം പറയുന്നത് കേട്ടുകൊണ്ട് വരികയാണ്. ഐശ്വര്യയാണെങ്കിൽ രണ്ടുപേരോടും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അരുണിനെ ബോംബെ കമ്പനിയിലേക്ക് മാറ്റുന്നതെന്ന്. വസുന്ധരാമ്മ അപ്പോൾ പറയണം, നമ്മുടെ എല്ലാ കമ്പനിയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണെന്നൊക്കെ. ഐശ്വര്യ അപ്പോൾ പറയണം, ഞാനിപ്പോൾ കമ്പനിയുടെ തലപ്പത്തുള്ള ആളല്ലേ, അപ്പോൾ എന്നോടും ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഗൂഢാലോചനയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ആദിത്യന് ദേഷ്യം വരുന്നുണ്ട്. ആദിത്യൻ അവിടെ നിന്നും പോകുന്നു. ആദിത്യൻ പോയതിനു ശേഷം വസുന്ധരാമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഈ കാര്യമൊക്കെ വിട്, എനിക്കാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുണ്ട്. അഖിലിന്റെയും ശ്യാമയുടെയും കാര്യത്തിലാണെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് മോൾ എനിക്ക് വാക്ക് തന്നതല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ കമ്പനിയിൽ ജോലിയൊക്കെ റെഡിയാക്കിയത്. അതിനെക്കുറിച്ച് എന്തായി തീരുമാനമെന്നൊക്കെ ചോദിക്കുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ തന്ന വാക്ക് ഉറപ്പായിട്ടും പാലിച്ചിരിക്കുമെന്ന് പറയുന്നു. പിന്നീട് രാത്രിയിൽ ജയേഷ് ആണെങ്കിൽ രണ്ടാൾക്കാരെയും കൂട്ടിയിട്ടാണെങ്കിൽ പച്ചക്കറി കടയിലേക്ക് വരുന്നുണ്ട്. ജയേഷ് കൂടെ വന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, നമ്മൾ കൊണ്ടുവന്ന അഴുകിയ പച്ചക്കറി ആണെങ്കിൽ കടയിൽ വെക്കണമെന്ന്, ഏറ്റവും താഴത്തെ ബോക്സിൽ കടയ്ക്കുള്ളിൽ വെക്കാനെന്ന് പറയുന്നു. രണ്ടുപേരും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്